എൻ്റെ മനസ്സിലൊരു മിസ്കൺസെപ്ഷൻ ഉണ്ടായിരുന്നു. കാരണം LLM കഴിഞ്ഞു, ഞാൻ അക്കാഡമിക്സിലോട്ട് പോകുന്നില്ല, അപ്പം ഞാൻ എന്തായാലും PhD അല്ലെങ്കിൽ പഠിപ്പിക്കാനോ കയറുന്നില്ല, പിന്നെ ഞാനെന്തിനാ നെറ്റ് എഴുതുന്നേ എന്നൊരു തോന്നൽ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. പക്ഷെ അത് തെറ്റായിരുന്നു. എനിക്ക് സ്കൂളിൽ തൊട്ടേ മാത്സ് ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ഞാൻ 12th വരെ മാത്സാണ് പഠിച്ചത്, പക്ഷേ എങ്കിൽ പോലും മാത്സ് എന്ന് കേട്ടാൽ പേടിയായിരുന്നു. ഞാൻ അതുകൊണ്ടായിരിക്കാം മേ ബി ചിലപ്പം ലോ എന്നുള്ളൊരു ഫീൽഡ് തന്നെ ചൂസ് ചെയ്തതും കാരണം. അപ്പോൾ സാറിൻ്റെ ക്ലാസ് ഇവിടെ ഞാൻ ഡൈനിങ് ടേബിളിൽ ഇരുന്നാൽ പഠിക്കാറ്. അപ്പോൾ സാറിൻ്റെ ക്ലാസ് ഇവിടെ കേൾക്കുമ്പോൾ സാറ് ഇടയ്ക്കിടയ്ക്ക് ഈ തമാശകളൊക്കെ പറയുമ്പോൾ ഞാൻ നോക്കുമ്പോൾ അമ്മ അടുക്കളയിൽ നിന്ന് ചിരിക്കും. അപ്പോൾ അമ്മയെ അത് എൻജോയ് ചെയ്യുന്നുണ്ടായി. അങ്ങനെയാണ് പഠിച്ചത്. പിന്നെ നെറ്റ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഭയങ്കര വിഷമിച്ചിരിക്കുകയായിരുന്നു. ഞാൻ വിചാരിച്ചു ഇനി എഴുതണ്ട, പ്രാക്ടീസിന് തന്നെ തിരിച്ചു പോവാം, ഇതൊക്കെ വിട്ടേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അന്നാണ് സാറിൻ്റെ ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡായത്. എന്നിട്ട് സാറ് പറഞ്ഞതിൽ, അതായത് ഇത് നമ്മളൊരു മോക്ക് ടെസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളത്. അതെനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, എഴുതി നമ്മൾ ബുക്ക്ലെറ്റ് എടുത്ത് നോക്കി എത്രത്തോളം ശരിയായി, എന്തൊക്കെ തെറ്റി എന്നൊക്കെ ഉള്ളത്. അങ്ങനെ അതായിരുന്നു എൻ്റെ ആദ്യത്തെ മോക്ക് ടെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഹായ്, ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ആഗ്നയാണ്. ലോ സബ്ജക്റ്റിൽ 2024 ജൂൺ റീ എക്സാമിൽ നെറ്റ് പരീക്ഷ ക്വാളിഫൈ ചെയ്തു. ആഗ്നെ ഈ ഇൻ്റർവ്യൂവിലോട്ട് ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും ആദ്യമായിട്ട് നമ്മുടെ കുട്ടികൾക്കൊക്കെ അറിയാൻ ആഗ്രഹം ഉണ്ടാവും, പഠിച്ചു വന്ന അക്കാഡമിക് ജേർണി എന്തായിരുന്നു, എവിടെ നിന്നാണ് LLM ഒക്കെ ചെയ്തത്, സ്പെഷ്യലൈസേഷൻ എന്തായിരുന്നു എന്നുള്ള കാര്യങ്ങൾ എന്നോടൊന്ന് പറയാമോ? ഞാൻ BCom LLB ചെയ്തത് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലാണ്. അതിനുശേഷം പിന്നെ LLM ചെയ്തത് 2023 ബാച്ചായിരുന്നു. അത് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസിലായിരുന്നു, മുംബൈയിൽ. അവിടെ എൻ്റെ സ്പെഷ്യലൈസേഷൻ ആക്സസ് ടു ജസ്റ്റിസ് ആണ്. അപ്പോൾ അതിനുശേഷം ഞാനിപ്പോൾ കറൻ്റ്ലി ഇവിടെ പ്രാക്ടീസ് ചെയ്യാണ്, കായംകുളത്ത് തന്നെ. ഓക്കെ, സന്തോഷം. അപ്പോൾ സമൂഹത്തിൽ നീതി ലഭിക്കാത്തവർക്ക് നീതി ഉറപ്പാക്കുന്നതിനെ പറ്റിയും ഒക്കെ ആയിരുന്നു അല്ലേ PGയിൽ പഠിച്ചത്? വളരെ ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എങ്ങനെ ഈ നെറ്റിൻ്റെ ജേണിയിലേക്ക് എത്തി? ഇത് എത്രാമത്തെ അറ്റംപ്റ്റ് ആയിരുന്നു? പ്രിപ്പയർ ചെയ്തിട്ടുള്ള എത്രാമത്തെ അറ്റംപ്റ്റ് ആയിരുന്നു എന്നൊക്കെ ഒന്ന് പറഞ്ഞാൽ ഹെൽപ്ഫുൾ ആയിരുന്നു. ഞാൻ ഹൈക്കോർട്ടിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് നെറ്റ് എഴുതണം, അതായത് എൻ്റെ മനസ്സിലൊരു മിസ്കൺസെപ്ഷൻ ഉണ്ടായിരുന്നു. കാരണം LLM കഴിഞ്ഞു, ഞാൻ അക്കാഡമിക്സിലോട്ട് പോകുന്നില്ല, അപ്പം ഞാൻ എന്തായാലും PhD അല്ലെങ്കിൽ പഠിപ്പിക്കാനോ കയറുന്നില്ല, പിന്നെ ഞാനെന്തിനാ നെറ്റ് എഴുതുന്നേ എന്നൊരു തോന്നൽ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. പക്ഷെ അത് തെറ്റായിരുന്നു. കാരണം ഞാൻ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമ്മുടെ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ വിത്തൗട്ട് ഒരു UGC നെറ്റ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു വോയിഡ്നെസ് ഉണ്ട് അതിൽ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ നെറ്റ് എഴുതണം എന്ന തീരുമാനത്തിലോട്ട് എത്തുന്നത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഹൈക്കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോഴാണ് ഈ ഈഗോ ഹേർട്ട് ഉണ്ടായത്. അപ്പോൾ അതിനുശേഷം ഞാൻ കുറേ സെർച്ച് ചെയ്തു, തപ്പി കണ്ടുപിടിച്ചു. അപ്പോൾ എന്തായാലും നെറ്റ് എഴുതാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ബ്രേക്ക് എടുത്ത് വീട്ടിൽ വന്നൊരു 2-3 മാസം, അതായത് എനിക്ക് തോന്നുന്നു ഒരു മെയ്യിലാണ് ഞാൻ വീട്ടിലെത്തുന്നത്. അപ്പോൾ ആ സമയം തൊട്ടാണ് ഞാൻ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ പ്രിപ്പയർ ചെയ്ത് എഴുതിയത് ഫസ്റ്റ് ടൈമാണ്. അതിന് മുന്നേ ഞാൻ വെറുതെ ഒന്ന് സിലബസ് ഒക്കെ കാണാമല്ലോ എന്നൊക്കെ വെച്ച് പോയി എഴുതിയൊരു സമയമുണ്ട്. പക്ഷെ അന്ന് ഞാൻ മാത്സ് ഒക്കെ ഉണ്ടോ എന്ന് ആദ്യമായിട്ടാണ് അറിയുന്നത്. അപ്പം പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആദ്യത്തെ അറ്റംപ്റ്റ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ പ്രിപ്പയർ ചെയ്ത ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നേടാൻ പറ്റിയത് വളരെ വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. വളരെ ചുരുക്കം പേർക്ക് പറ്റുന്ന top 6% ആണെന്ന് ആഗ്നയ്ക്കും അറിയാമല്ലോ. അതിലൊരു മാത്സിൻ്റെ പേടിക്കഥ ഞാൻ കേട്ടു. ആ കഥയൊന്ന് പറയാമോ? അതോടൊപ്പം തന്നെ ക്ലാസ് കേൾക്കാൻ ഒരാളുകൂടി കൂട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഈ രണ്ട് കാര്യങ്ങൾ എനിക്ക് കേട്ടപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയതാണ്. പ്രത്യേകിച്ച് ആ മാത്സിൻ്റെ കാര്യം ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുമെന്ന് തോന്നുന്നു. ചുരുക്കി ഒന്ന് പറഞ്ഞോളൂ. എനിക്ക് സ്കൂളിൽ തൊട്ടേ മാത്സ് ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ഞാൻ 12th വരെ മാത്സാണ് പഠിച്ചത്, പക്ഷേ എങ്കിൽ പോലും മാത്സ് എന്ന് കേട്ടാൽ പേടിയായിരുന്നു. ഞാൻ അതുകൊണ്ടായിരിക്കാം മേ ബി ചിലപ്പം ലോ എന്നുള്ളൊരു ഫീൽഡ് തന്നെ ചൂസ് ചെയ്തതും കാരണം. അപ്പോൾ മാത്സ് എങ്ങനെയൊക്കെ ആയാലും ഞാൻ ആദ്യം ഈ ക്യാൻസൽ ചെയ്ത് നെറ്റ് എക്സാം എഴുതാൻ പോയപ്പോൾ അത്രയ്ക്കും പ്രിപ്പയർഡ് ആയിരുന്നില്ല. അപ്പോൾ ഞാൻ കൂടുതലും എൻ്റെ ലോ പേപ്പറിലാണ് കൂടുതൽ ഞാൻ ഫോക്കസ് കൊടുത്തിരുന്നത്. അപ്പം ഫസ്റ്റ് പേപ്പർ ഞാൻ കൈൻഡ് ഓഫ് ഇങ്ങനെ ഒരു പെരിഫറൽ നോളജ് മാത്രം വെച്ചുകൊണ്ടാണ് പോയത്. അപ്പോൾ മാത്സ് എന്ന് പറഞ്ഞാൽ എന്തായാലും നോക്കാൻ പോകില്ല, കാരണം കിട്ടില്ല എന്നൊരു തോന്നലുണ്ടായി മനസ്സിൽ. ആ സമയത്താണ് ഞാൻ ഈ ക്യാൻസൽ ചെയ്ത നെറ്റ് കഴിഞ്ഞിട്ട് ഞാനത് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇരുന്നത്. അപ്പോൾ ഞാൻ സാറിൻ്റെ ക്ലാസ്സാണ് കേട്ട് തുടങ്ങിയത് തന്നെ. കാരണം മാത്സ് സ്വാഭാവികമായിട്ട് നമ്മുടെ മദർ ടങ്ങിൽ തന്നെ കേൾക്കുമ്പോഴത്തേക്കും അതിൻ്റെ കൺസെപ്റ്റുകളൊക്കെ കൂടുതലായിട്ട് നമ്മുടെ തലയിലോട്ട് കയറും. അപ്പോൾ ആ സമയത്ത് ഞാൻ
സാറിൻ്റെ ചില ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ എൻ്റെ ഫുൾ പ്രിപ്പറേഷൻ സമയത്ത് അമ്മ ഉണ്ടായിക്കൂടെ. അമ്മയാണ് കൂടുതൽ എൻ്റെ കൂടെ ഇരുന്ന് പഠിക്കാനും ഞാൻ ഓരോ ട്രിക്കുകളൊക്കെ വെച്ചിട്ടാണ്, ഓരോ പാട്ടൊക്കെ വെച്ചിട്ടാണ് ഞാൻ ലോ ഒക്കെ പഠിച്ചത് തന്നെ. കാരണം കുറേ സെക്ഷൻസും കുറേ കാണാതെ പഠിക്കാനുണ്ടല്ലോ. അപ്പം എനിക്ക് അത്രയ്ക്കും ബൈഹാർട്ട് ചെയ്യാനൊക്കെ പറ്റാത്ത സാഹചര്യങ്ങളിൽ ഞാൻ ഓരോ പാട്ടും ഓരോ സ്റ്റോറിയൊക്കെ ഉണ്ടാക്കി നമുക്ക് പറ്റണ സംഭവങ്ങൾ റിലേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് പഠിച്ചത്. അപ്പോൾ മാത്സും ആ ഒരു രീതിക്കാണ് പഠിച്ചത്. അപ്പോൾ സാറിൻ്റെ ക്ലാസ് ഇവിടെ ഞാൻ ഡൈനിങ് ടേബിളിൽ ഇരുന്നാണ് പഠിക്കാറ്. അപ്പോൾ സാറിൻ്റെ ക്ലാസ് ഇവിടെ കേൾക്കുമ്പോൾ സാറിന് ഇടയ്ക്കിടയ്ക്ക് ഈ തമാശകളൊക്കെ പറയുമ്പോൾ ഞാൻ നോക്കുമ്പോൾ അമ്മ അടുക്കളയിൽ നിന്ന് ചിരിക്കും. അപ്പോൾ അമ്മയെ അത് എൻജോയ് ചെയ്യുന്നുണ്ടായി. അങ്ങനെയാണ് പഠിച്ചത്. പക്ഷേ സെക്കൻഡ് എനിക്ക് ഭയങ്കര സന്തോഷം എന്നല്ല, ഭയങ്കര അതിശയം തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഈ നമ്മുടെ റീനെറ്റ് നടന്നപ്പോൾ എനിക്ക് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനിലെ ആൻസേഴ്സ് എല്ലാം കിട്ടുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യം വെച്ച് ചിലപ്പോൾ എനിക്ക് തെറ്റിയതായിരിക്കും, കാരണം അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അങ്ങനെ അതായിരുന്നു സംഭവം. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഞാൻ മാത്സ് പഠിച്ചത്. പക്ഷെ ഒരുപാട് വർക്ക് ചെയ്തു. കുറേ പേപ്പറിലൊക്കെ എഴുതിക്കുട്ടിയ പേപ്പറൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ എന്തായാലും മാത്സ് നടക്കുന്ന ഒരു പ്രൂഫാണല്ലോ. ഞാനിത് പ്രത്യേകിച്ച് ചോദിക്കാനുള്ള കാര്യം, ഒരുപാട് പേര് ഈ മാത്സിനെ ഓർത്ത് വറി ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ട്. ഒരു 8ാം ക്ലാസ് നിലവാരമുള്ള മാത്സ് ആണ്. പ്രാക്ടീസ് ചെയ്താൽ അഗ്നയെ പോലെ നിങ്ങൾക്കും 5-ൽ 5 ചോദ്യവും ശരിയാക്കി എന്നുള്ളത് തീർച്ചയായിട്ടും അതിശയകരമായിട്ടുള്ള ട്രിമെൻഡസ് ആയിട്ടുള്ള ഒരു അച്ചീവ്മെൻ്റ് ആണ്. പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു 4 ക്വസ്റ്റ്യൻസ് ശരിയാക്കാൻ പറ്റാതെ നിവൃത്തിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു 30 സെറ്റെങ്കിലും പ്രാക്ടീസ് ചെയ്യുക, DI നിങ്ങൾക്കും സോൾവ് ചെയ്യാനായിട്ട് പറ്റും. I+ ഈ ജേർണിയിൽ ഏതൊക്കെ രീതിയിൽ ഹെൽപ്പ് ചെയ്തു എന്നൊന്ന് ചുരുക്കി പറയാമോ? ഞാൻ എൻ്റെ പ്രിപ്പറേഷൻ്റെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് മെറ്റീരിയലും പ്രോപ്പറായിട്ടൊരു പ്ലാറ്റ്ഫോം കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ യൂട്യൂബിൽ കയറിയുള്ള ചാനലുകളൊക്കെ തപ്പുന്ന കൂട്ടത്തിലാണ് ഞാൻ I+ കണ്ടെത്തിയത്. അപ്പോൾ നമുക്കെന്തോ ഒരു സന്തോഷം തോന്നില്ല. കാരണം ഇപ്പോൾ ലോ സബ്ജക്റ്റ് ആണെങ്കിൽ കൂടുതലും കുറേ ഹിന്ദി ചാനലുകളാണ് ഞാൻ നോക്കിയിരുന്നത്. എനിക്ക് ഹിന്ദി കുഴപ്പമില്ല, അപ്പം കേട്ടാൽ മനസ്സിലാവുന്നതുകൊണ്ട് ഹിന്ദി ചാനലാണ് ഞാൻ നോക്കിയിരുന്നത്. അപ്പം മലയാളത്തിലൊരു ചാനൽ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം. അപ്പം അങ്ങനെയാണ് ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നതും ഒരു ട്രയൽ പോലെ എടുത്തതും ഒക്കെ. അപ്പോൾ ആദ്യം എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ റിസർച്ച് മെത്തഡോളജിയാണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ അത് സാറ് ഭയങ്കര നമുക്കിങ്ങനെ എക്സാമ്പിൾസ് ഒക്കെ വെച്ച് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് കൂടുതലും മനസ്സിലോട്ട് കയറുന്നത് പോലെ തോന്നി. അങ്ങനെയാണ് ഞാൻ പിന്നെ എന്തായാലും മുന്നോട്ട് പോവാം എന്നൊരു തീരുമാനത്തിലെത്തുന്നത്. പിന്നെ I+നോട് എനിക്ക് ഭയങ്കരമായിട്ട് നന്ദി പറയാനുള്ളതിൽ മേജർ കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഈ ക്യാൻസൽ ചെയ്ത നെറ്റ് എക്സാമിൽ ഞാൻ അധികം പ്രിപ്പയർഡ് ആയിരുന്നില്ല. അപ്പോൾ എൻ്റെ ഇതിൽ എന്തായാലും മോക്ക് ടെസ്റ്റുകൾക്കൊന്നും വലിയ വാല്യൂ ഇല്ല, കാരണം എന്തായാലും ഇവർ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാൻ പോകണില്ല എന്നൊരു തോന്നലായിരുന്നു. പക്ഷേ പിന്നെ നെറ്റ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഭയങ്കര വിഷമിച്ചിരിക്കുകയായിരുന്നു. ഞാൻ വിചാരിച്ചു ഇനി എഴുതണ്ട, പ്രാക്ടീസിന് തന്നെ തിരിച്ചു പോവാം, ഇതൊക്കെ വിട്ടേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അന്നാണ് സാറിൻ്റെ ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ആയത്. എന്നിട്ട് സാറ് പറഞ്ഞു അതായത് ഇത് നമ്മളൊരു മോക്ക് ടെസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളത്. അതെനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, എഴുതി നമ്മൾ ബുക്ക്ലെറ്റ് എടുത്ത് നോക്കി എത്രത്തോളം ശരിയായി, എന്തൊക്കെ തെറ്റി എന്നൊക്കെ ഉള്ളത്. അങ്ങനെ അതായിരുന്നു എൻ്റെ ആദ്യത്തെ മോക്ക് ടെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മുടെ ഈ എയിം JRF എന്ന് അതിന് സീരീസിൽ നിന്ന് കുറേ ചോദ്യങ്ങൾ, കുറേ ടെസ്റ്റുകൾ എഴുതി. അതിൽ കോമഡി എന്താണെന്ന് വെച്ചാൽ മിക്കപ്പോഴും 52, 54, 52, 54 ഇത് തന്നെയായിരുന്നു. പിന്നെ അത് പഠിക്കും, പിന്നെ എഴുതും. അങ്ങനെ എല്ലാ ദിവസവും രാത്രിയിൽ ഞാനൊരു മണിക്കൂർ ഇതിനു വേണ്ടി മാറ്റി വയ്ക്കായിരുന്നു. പക്ഷേ ഇത് മാറ്റി വെച്ച് മാർക്ക് കുറവാകുമ്പോൾ പിന്നെ ഉറക്കമില്ല. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ എന്നാലും പിന്നെയും അത് കണ്ടിന്യൂ ചെയ്തു. കുറേ മോക്ക് ടെസ്റ്റുകൾ ചെയ്തു, PYQs കുറേ നോക്കി. അങ്ങനെ അതിന്റെ പ്രയോജനം ഈ പരീക്ഷയിൽ ഉണ്ടാവുകയും ചെയ്തല്ലോ. തീർച്ചയായിട്ടും. പലരും മടി കാണിക്കുന്ന ഒരു കാര്യം, ഈ പിഴവുകൾ അനലൈസ് ചെയ്യുന്ന ഭയങ്കര പാടാ. നമുക്ക് ആർക്കും തോൽക്കാൻ ഇഷ്ടമില്ല. ഇപ്പം എന്നോട് ചോദിച്ചാലും ഒരു പരാജയം വരുമ്പോൾ ഞാൻ ഓർക്കും, നമ്മളൊന്ന് ഡൗൺ ആവും. അതായിരിക്കണം ഈ മോക്ക് ടെസ്റ്റ് എടുക്കാനുള്ള മടിയുടെ കാര്യമൊന്നും ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. അപ്പോൾ അഗ്നയ ഒരു പ്രഷർ, ഒരു ടെൻഷൻ വരുന്ന കാര്യം പറഞ്ഞു. എന്നാൽ അതിനെ അതിജീവിച്ച് നമ്മൾ ആ തെറ്റുന്ന ചോദ്യങ്ങളാണ് പരീക്ഷാ ഹാളിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാന്ന് ഞാൻ പല ക്ലാസ്സുകളുടെ ഇടയിലും പറയാറുണ്ട്. ശരിയായ ചോദ്യം നിങ്ങൾ വിട്ടോ, നിങ്ങൾക്ക് അറിയാം ഓൾറെഡി. അത് ആ തെറ്റിയതിനെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ ഉള്ളതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള അറിവുള്ള ഒരാളായിട്ട് മാറി. അതാണ് ശരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു മൊത്തം ജേണിയിൽ നിന്ന് ഒരു 5-6 മാസത്തെ കഠിന പ്രയത്നത്തിലൂടെ നെറ്റ് കിട്ടി. ഇനി JRFലേക്കുള്ള വഴിയിലാണ്. തീർച്ചയായിട്ടും അതിനെ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഈ നെറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ലോ സ്റ്റുഡൻസ് ആയാലും പേപ്പർ 1 കുട്ടികളാണെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് എന്ത് നിർദ്ദേശങ്ങളാണ് അഗ്നയുടെ പേഴ്സണൽ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, വിജയിച്ച ഒരാളുടെ വാക്കുകൾ എന്നുള്ള നിലയിൽ അവരോട് പറയാനുള്ളത്? എനിക്ക് മനസ്സിലായിടത്തോളം വെച്ചിട്ട് ആദ്യത്തെ കാര്യം നോ യുവർ സിലബസ്, അത് തന്നെ പറയാനുള്ളൂ. കാരണം
നമ്മുടെ സിലബസ് ഇപ്പോൾ ലോ ആണെങ്കിലും ഇപ്പോൾ നമ്മുടെ ജനറൽ പേപ്പർ ആണെങ്കിൽ പോലും സിലബസ് ഭയങ്കര വാസ്റ്റാണ്. കാരണം ഇവർ പറഞ്ഞിരിക്കുന്ന പോലെ ആയിരിക്കില്ല, ഇതിൻ്റെ ഉള്ളിൽ ഇൻഡെപ്ത് ആയിട്ട് കുറേ രീതിക്ക് നമ്മൾ പഠിച്ചാലേ ആ ക്വസ്റ്റ്യൻസ് നമ്മളൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ സിലബസ് പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക. സിലബസിൽ എത്രത്തോളം അതിനകത്ത് ഓരോ ചോദ്യങ്ങൾ വരാം, അല്ലെങ്കിൽ നമുക്കൊരു ചോദ്യം കാണുമ്പോൾ ഇത് വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജ് നമ്മൾ എത്തും. അതുവരെ നമ്മൾ പഠിക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം PYQ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ എത്രത്തോളം മോക്ക് ടെസ്റ്റും PYQസും ചെയ്യുന്നോ നമുക്ക് ടൈം മാനേജ്മെൻറ്റ് വലിയൊരു കാര്യമാണ്. കാരണം എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ, ഞാൻ നമ്മുടെ ക്യാൻസലായ നെറ്റിന് പോയപ്പോഴത്തേക്ക് എനിക്ക് സമയം കിട്ടിയില്ല. ഞാൻ മാത്സ് അതേപടി വിട്ടു, പക്ഷേ എങ്കിൽ പോലും ബാക്കി ക്വസ്റ്റ്യൻസ് എഴുതാൻ പോലും എനിക്ക് സമയം കിട്ടിയിരുന്നില്ല. പക്ഷേ പിന്നീട് മാത്സ് ചെയ്തു, ബാക്കി ചെയ്തു, എന്നിട്ട് പിന്നെ സമയം എനിക്ക് ബാക്കി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാര്യം. അപ്പം ടൈം മാനേജ്മെൻറ്റ് കിട്ടണമെങ്കിലും ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കണമെങ്കിലും PYQs ആൻഡ് ഈ മോക്ക് ടെസ്റ്റ് സീരീസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് സാറ് പറഞ്ഞ പോലെ ഒരു ബുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. എനിക്ക് തെറ്റുന്ന ചോദ്യങ്ങൾ എഴുതി അത് എല്ലാ ദിവസവും രാവിലെ എണീറ്റ് അത് വായിച്ച് അങ്ങനെയൊക്കെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്തിരുന്നത്. പിന്നെ അടുത്ത കാര്യം, ഓരോരുത്തർക്കും ഓരോ രീതി, ഓരോ സ്റ്റൈൽ ഓഫ് ലേണിംഗ് ഉണ്ടാകും. അതായത് എൻ്റെ കപ്പാസിറ്റി പോലെ ആയിരിക്കില്ല മറ്റൊരു കുട്ടിയുടേത്. അപ്പം ഞാൻ ഈ യൂട്യൂബിലൊക്കെ നോക്കുമ്പോഴത്തേക്കും കണ്ടിന്യൂസ് 14 hours സ്റ്റഡി, 20 hours സ്റ്റഡി എന്നൊക്കെ പറഞ്ഞ് വീഡിയോസ് കാണും. പക്ഷേ അത് നമ്മളെ കൂടുതൽ പ്രഷറൈസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ രാവിലെ 5 മണിക്ക് എണീറ്റൊന്നും പഠിച്ചിട്ടില്ല ഇതുവരെ. എൻ്റെ പ്രോപ്പറായിട്ട് എനിക്ക് പറ്റണം, എനിക്ക് എപ്പോഴാണോ സാവകാശത്തിൽ എപ്പോഴാണ് പഠിക്കാൻ പറ്റുക ഞാൻ ആ ടൈം ചൂസ് ചെയ്തിട്ടാണ് പ്രിപ്പയർ ചെയ്തിരുന്നത്. ഒട്ടും പ്രഷറൈസ് ചെയ്യാണ്ട് നമ്മൾ ആസ്വദിച്ച് പഠിക്കാൻ നോക്കുക, അതാണ് അടുത്ത കാര്യം. പിന്നെ എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു പ്രിപ്പറേഷൻ സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് മെൻ്റൽ പീസൊക്കെ പോകുന്നൊരു ടൈമാണ്. നമ്മൾ ഭയങ്കര എക്സോസ്റ്റഡ് ആവും, നമുക്കങ്ങ് എല്ലാം ഇട്ടെറിഞ്ഞിട്ട് പോകാം എന്നുള്ളൊരു ഫേസിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് തോന്നും. പക്ഷേ ട്രസ്റ്റ് ദ പ്രോസസ്സ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇതിൽ നിൽക്കുക, നമുക്ക് എന്തായാലും റിസൾട്ട് വരും എന്നുള്ളത്. ഒരുപാട് സന്തോഷം ആ ഒരു പേഴ്സണൽ ജേർണി ഷെയർ ചെയ്തതിന്. ഈ ആങ്ഷ്യസ് ആവുന്ന, അല്ലെങ്കിൽ നമുക്ക് റിസൾട്ട് എന്താവും എന്നറിയാത്ത ഒരു കുറച്ച് മാസങ്ങളായിരിക്കുമല്ലോ. ഈ പറഞ്ഞ തന്നെയാണ് അതിൻ്റെ ഒരു സൊല്യൂഷൻ. നമ്മൾ ആ പ്രോസസ്സ് I+നോടൊപ്പം ചേർന്ന് പഠിക്കുന്നതിൻ്റെയൊക്കെ ഒരു അഡ്വാൻറ്റേജ്, ഒരു പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ പറയുക അല്ലെങ്കിൽ പോലും പലര് വന്ന് വിജയിച്ച ആ പാത്ത് നമ്മൾക്കിപ്പോൾ അറിയാം. ആയിരക്കണക്കിന് കുട്ടികളെ കണ്ട് അവരെ ട്രെയിൻ ചെയ്ത് JRFലേക്ക് നെറ്റിലേക്കും ഒക്കെ എത്തിച്ച് ആ പ്രോസസ്സ് ഫോളോ ചെയ്യാനൊരു കോൺഫിഡൻസ് അതിലൂടെ നിങ്ങൾക്കും കിട്ടുന്നുണ്ടാവും. അപ്പോൾ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ പ്രിസൈസായിട്ട് തന്നെ കുറേ നല്ല പോയിന്റുകൾ പറഞ്ഞു. പ്രത്യേകം നന്ദി ആ കാര്യങ്ങളൊക്കെ കുട്ടികളിലേക്ക് എത്തിച്ചതിന്. നിങ്ങൾക്കും ഈ ഒരു പാത്ത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, സിലബസിനെ അറിഞ്ഞ് പഠിച്ചാൽ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്ത് ആ തെറ്റു വന്ന ചോദ്യങ്ങളെ കൃത്യമായിട്ട് പഠിച്ച് നമ്മുടെ നിലവാരത്തെ മെച്ചപ്പെടുത്തിയാൽ നെറ്റിലേക്കും JRFലേക്കും എത്താതെ മറ്റു വഴിയില്ല. ആ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്ത് നന്നായിട്ട് പഠിക്കാൻ നിങ്ങൾക്കാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ വിലപ്പെട്ട സമയം ഞങ്ങൾക്കായിട്ട് മാറ്റിവെച്ചു, ഞങ്ങളെ സ്വീകരിച്ചതിനും ഈ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്കസ് ചെയ്തതിനും അഗ്നിയോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. മികച്ചൊരു വിജയവും നല്ലൊരു ജീവിതത്തിൽ, കരിയറിലും അക്കാഡമിക്സിലും ഒക്കെ എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. JRF നേടി നമുക്കൊരിക്കൽ കൂടി കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.